നമ്മൾ സാൻഡ് ബാഗ്സ് വടകരയിലാണ് നിൽക്കുന്നത്. അവിടുത്തെ ബീച്ചാണ്. ഇവിടെ മുഴുവൻ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടില്ലേ? ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഉള്ളവരാണോ ബീച്ചിൽ വന്നിരിക്കുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഇവരൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇവിടുത്തെ സുഹൃത്തുക്കളെല്ലാം ഉണ്ട് ഇവിടെ. എന്താ പേരെന്താ? ഫൈസൽ. ഫൈസൽക്ക എന്ത് ചെയ്യുന്നു? വടകര മുനിസിപ്പാലിറ്റിയിൽ വർക്ക്. വടകര മുനിസിപ്പാലിറ്റി വർക്ക് ചെയ്യാണ്. എന്താണ് പേര്? സൈഫുദ്ദീൻ. എന്ത് ചെയ്യുന്നു? ഗൾഫിലാണ്. എന്നാ വന്നേ? ഒരു മാസമായി. ഇവിടെ കൂടുതൽ ഒരുപാട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ? സുഹൃത്തുക്കളൊക്കെ ഗൾഫിലാണ്. ഒരുപാട് പേരുണ്ടല്ലേ? ഈ പുള്ളിയെ കണ്ടൊരു ഗൾഫുകാരൻ്റെ ലുക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കണ്ടിട്ടൊരു ഗൾഫ് ലുക്ക് ഉണ്ട്. ആ ചിരിയും. ഗൾഫാണോ? ഗൾഫിലായിരുന്നു, ഇപ്പൊ ഇല്ല. ഗൾഫിലായിരുന്നു. ഗൾഫിൽ പോയി കുറെ കാശുണ്ടാക്കി. അങ്ങനെയൊന്നുമില്ല. സുന്ദരനാണ്, സുഭകനാണ്, സൽസ്വഭാവിയാണ്, സൽഗുണ സമ്പന്നനാണ്. ഭാര്യ ഉണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ടാക്രുവിന്റെ പേരെന്നാ? ഓക്കെ, നമുക്ക് ഇനി പോകേണ്ടത് പാട്ടിലേക്കല്ല, കഥകളിലേക്കല്ല. നമുക്ക് പോകേണ്ടത് സി കേരളം സൂപ്പർ ബമ്പറിലേക്കാണ്. അതെ, പൊടിപാറിയ പൊടിപൂരം തുടങ്ങുകയായി. സി കേരളം സൂപ്പർ ബമ്പറിൽ മത്സരിക്കാനായി 5 പേരാണ് ഇവിടെ തയ്യാറായി നിൽക്കുന്നത്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. എന്താ പേര്? മൈമൂന. മൈമൂന എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണ്. ആ അതെ അല്ലേ. ഇവിടെ യാദൃശ്യമായി വന്നാണോ? പങ്കെടുത്തു. ഓക്കെ ഓക്കെ. അടുത്ത ഗെയിമും കളിക്കാന്ന് വിചാരിച്ചു. അതാണ് വെറുതെ യാദൃശ്യമായിട്ട് ഇവിടെ വന്നതാണ്. എന്നിട്ട് ഗെയിം കളിക്കാന്ന് വിചാരിച്ചു. ഗെയിം കളിച്ചാൽ മാത്രം പോരാ, സമ്മാനവും നേടണം. അടുത്തയാള് പേരെന്താണ്? അജ്മൽ. അജ്മലേ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. എന്തിനാ പഠിക്കുന്നത്? സ്വതവേ എല്ലാവരും എങ്ങനെ പഠിക്കുന്നത് അതുപോലെ പഠിക്കുന്നത്. ആ, എന്തിനാ പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ്? ഏത് കോഴ്സാണ് ചെയ്യുന്നത്? എങ്ങനെ ഒരു സിനിമയെ ചോദിച്ചാൽ എന്തിനാ പഠിക്കുന്നത്? അല്ല, അങ്ങനെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ചോദിച്ചത് മോനെ ഏത് ക്ലാസ്സിലാണ്, എന്തിനാ പഠിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ BBA ആണ് പഠിക്കുന്നത്, ഡിഗ്രിയാണ്. ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്താണോ അത്? ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്താണോ? അല്ല, കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടല്ല, കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് താല്പര്യം ഉണ്ടായിട്ടല്ല തിരഞ്ഞെടുത്തത്? താല്പര്യം ഒരു ഗതികേട് അടത്തി. ഗതികേട് കൊണ്ടാണ് പഠിച്ചത്? +2 സയൻസ് ആണ് എടുത്തത്. ഓ, എത്ര % ഉണ്ടായിരുന്നു മാർക്ക്? 72 ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ, ഉണ്ടായിരുന്നല്ലേ? വെരി ഗുഡ്. അപ്പൊ നല്ലൊരു കൈയടിയോന്. അജ്മലെ, പാട്ട് പാടുവോ? അത്യാവശ്യം 1-2 വരി പാടാവോ? ഏഴാം ബഹറിന്റെ വാതിൽ തുറന്നോളെ, അസർ മുല്ല പോലുള്ള പെണ്ണേ, മുഹബത്തിനിണയായ കണ്ണേ, തങ്കക്കിനാവിൻ്റെ കളിവെള്ളമേറി, കരളിൻ്റെ കരളായ പുതുമാരൻ വന്നാൽ, തങ്കക്കിനാവിൻ്റെ കളിവെള്ളമേറി, കരളിൻ്റെ കരളായ പുതുമാരൻ വന്നാൽ. അവനെല്ലാം നന്നായിട്ട് പാടി വന്നു. അപ്പൊ അന്നേരം ഏതോ സുറുമയുടെ കണ്ണും മുഖബത്തും ഒക്കെ ഓർമ്മ വന്നു. നേരത്തെ മടുത്ത് വേണ്ടായിരുന്നു എന്ന്. പാടിയും പോയി അങ്ങ് ലയിച്ച് പാടി വരുമായിരുന്നു. സാരമില്ല കേട്ടോ, പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ, അടുത്തയാളുടെ പേര്? ഹാഫിസേ. നമസ്കാരം ഹാഫിസേ. നമസ്കാരം. എന്ത് ചെയ്യുന്നു ഹാഫിസേ? പ്രവാസിയാണല്ലേ? നാട്ടിലെത്തിയിട്ട് എത്ര ആളായി? ഇന്നലെയാണ് വന്നത്. നമുക്ക് ഭാഗ്യമുണ്ടായി, സൂപ്പർ ബമ്പറിലേക്ക് വിളിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. തീർച്ചയായിട്ടും ഗെയിം കളിക്കാൻ പറ്റട്ടെ, സൂപ്പർ ബമ്പർ വിജയിക്കാൻ പറ്റട്ടെ. താങ്ക് യു. അടുത്തയാള് ഷാജഹാൻ. എന്ത് ചെയ്യുന്നു? ഞാൻ ദുബായിലാണ്. എല്ലാവരും പ്രവാസികളാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ദുബായ്ക്കാരാണ് ഇവിടെ അല്ലേ? ഒരുപാട് പേര് പുറത്തുള്ളവരല്ലേ? എന്ത് ചെയ്യാണ് അവിടെ? ടൂറിസത്തിലാണല്ലേ? വന്നിട്ട് ഇപ്പൊ എത്ര ആളായി? 3.5 മാസമായി. ഉടനെ എല്ലാരും സ്ഥിരമായിട്ട് ചോദിക്കുന്ന പോലെ എന്നാ പോണേ ചോദിക്കുന്നുണ്ട്. വലിയൊരു വിഷമമുള്ള കാര്യമാണ്. അതെ അല്ലേ? ഫാമിലിയൊക്കെ സുഖമായിരിക്കുന്നോ? വൈഫ് 3 മക്കള്. വീട്ടിൽ ഉപ്പ ഉമ്മ എല്ലാവരും ഉണ്ട്. സന്തുഷ്ട കുടുംബമാണല്ലേ? ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ. അടുത്തയാളെ പരിചയപ്പെടാം. എന്താ പേര്? അൻവർ. എന്ത് ചെയ്യുന്നു അൻവർ? പ്രവാസിയാണ്. അതാണ് പ്രവാസികൾക്കൊരു കയ്യടി. ഇന്ന് പ്രവാസികളുടെ സൂപ്പർ ബമ്പറാണ് കളിക്കാൻ പോകുന്നത്. നിങ്ങൾ എങ്ങനെ ഒരേ ലെവലിൽ വന്നത് ഈ ഒരു സൈസ് കൊണ്ട്? ഞങ്ങൾ അങ്ങനെയാണ് ചെറുപ്പം. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അങ്ങനെ പറയാം. ഓക്കെ. താങ്കളെ കണ്ടൊരു കലാകാരൻ ലുക്ക് ഉണ്ട്. എല്ലാവരും പറയും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയില്ല. തെറ്റിദ്ധരിച്ചല്ലേ? വെറുതെ പറയാണ്. ഒരു പാട്ട് പാടിയാലോ? ഇപ്പം പാടില്ല, വീട്ടിൽ പോയി ഭാര്യന് മുന്നിൽ പാടാം. പാടുവോ?
ആ എന്നാ രണ്ടുപേരും ഇദ്ദേഹം പാട്ട്, താങ്കൾക്ക് വേണ്ടി ഇദ്ദേഹം രണ്ടുപേരും പാട്ട്. മാണിക്യാമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി ആത്തിമുന്നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചു മോഹമോദിച്ചു. വെരി ഗുഡ്. നിങ്ങളുടെ ബീവി ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ബീവി ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, കൊണ്ടുവന്നില്ല. ഈ പാട്ട് പാടുമെന്ന് അറിയാമായിരുന്നു. എന്തായാലും നന്നായിട്ട് പാടി. ആരാണ് സൂപ്പർ ബമ്പർ കളിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിസ്സാരമായ ഒരു ചോദ്യം കൊണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കണ്ടസ്റ്റൻ്റ് ആവാം. ചോദ്യം പറയുന്നതിന് മുന്നേ സൂപ്പർ ബമ്പറിന്റെ നിയമാവലികൾ നിങ്ങൾക്കായി ഒന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോ നിയമാവലികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ശ്രദ്ധിക്കുക. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ യഥാർത്ഥ പേരെന്താണ്? ആരാദ്യം കൈമുക്കിയത്? അജ്മൽ. ഓക്കെ, പറയൂ അജ്മൽ. മുഹമ്മദ് കുട്ടി. മുഹമ്മദ് കുട്ടി, അതാണ് മുഴുവൻ പേര്. ഓക്കെ, രണ്ടാമത് കൈമുക്കിയതാരാണ്? നിങ്ങളാണോ? ഓക്കെ, പറയൂ. പാണപ്പറമ്പിൽ ആ ഇസ്മായിൽ ആ. മുഹമ്മദ് കുട്ടി. പാണപ്പറമ്പിൽ ഇസ്മായിൽ മുഹമ്മദ് കുട്ടി. മമ്മൂട്ടി ഫാൻസ് ഉണ്ടെങ്കിൽ നല്ലൊരു കൈയടി. സ്വാഗതം ചെയ്യാം ഷാജഹാനെ സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. ഷാജഹാൻ അല്ലേ? വിദേശത്താണ്, നാട്ടിലെത്തിയതേ ഉള്ളൂ. ഇവിടെ 2 പെട്ടികളുണ്ട്. ഒന്നിൽ പണപ്പെട്ടിയും ഒന്നിൽ പണിപ്പെട്ടിയും. പണിപ്പെട്ടിയിൽ നിന്ന് പണിയെടുത്ത് വിജയിച്ചതിന് ശേഷം വേണം പണപ്പെട്ടിയിൽ നിന്ന് പണം ലഭിക്കാൻ. ഒരുപാട് അധ്വാനിക്കേണ്ടതായിട്ടൊന്നും വരത്തില്ല. നിസ്സാരമായ കളികൾ, കുട്ടികൾക്കുള്ള കളികൾ. നിങ്ങളുടെ ഈ വലിയ ശരീരത്തിനുള്ളിലും ഒരു ചെറിയ കുട്ടിയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഏതായാലും സി കേരള സൂപ്പർ ബമ്പറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1000 രൂപയുടെ മത്സരമാണ് ആദ്യം നടക്കുന്നത്. നമുക്ക് പോകാം ഷാജഹാനെ കാത്തിരിക്കുന്ന ആദ്യത്തെ പണി എന്താണെന്ന് നോക്കാൻ. ഷാജഹാനെ കാത്തിരിക്കുന്ന ആ പണി 1000 രൂപയുടെ ഷാജഹാനുള്ള മത്സരം തട്ടിക്കോരി. അപ്പോൾ ഷാജഹാനുള്ള പണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തട്ടിക്കോരി. തട്ടിക്കോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, അവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേരെന്താണ്? ഇവിടെ കച്ചറവാരി. ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. ഇത് വെച്ചാൽ ചവറ് കോരി. ഏതായാലും ഈ കോരി ഇവിടെ വെക്കുകയാണ്. ഇതിനകത്തേക്ക് ഒരു ബോൾ വെക്കുന്നു. ദെൻ ഒരു ഗ്ലാസ് എടുക്കുന്നു, ചവിട്ടുന്നു. ഇങ്ങനെ ചവിട്ടിയാൽ പോരല്ല, കയറുമില്ല. നന്നായിട്ട് ചവിട്ടണം. ഈ ഗ്ലാസ്സിനകത്ത് പിടിക്കണം, കൊണ്ടുപോയി ഇവിടെ വെക്കണം. അങ്ങനെ 12 ഗ്ലാസ്സുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കുള്ള സമയം എന്ന് പറയുന്നത് 120 സെക്കൻഡാണ്. 120 സെക്കൻഡിനുള്ളിൽ 12 ഗ്ലാസ്സുകളാണ് നിറയ്ക്കേണ്ടത്. സി കേരള സൂപ്പർ ബമ്പറിന്റെ കളിയിൽ വിജയിച്ചാൽ ഉറപ്പുള്ള 1000 രൂപയാണ് സമ്മാനം. ഗെയിം തുടങ്ങാൻ പോകുകയാണ്. മത്സരിക്കുന്നത് ഷാജഹാനാണ്. ഗെയിമിന്റെ പേര് തട്ടിക്കോരി. ഗെയിം സ്റ്റാർട്ട്. തിരക്കരുത് ഷാജഹാൻ. നേരെ വെക്കത്.
റിലാക്സ് ചെയ്യൂ, നിങ്ങൾ റിലാക്സ് ചെയ്യൂ. 20 സെക്കൻഡായി. ഷാജഹാൻ നേരെ വെച്ച് ചെയ്യൂ. യെസ്, 30 സെക്കൻഡ്. സെക്കൻഡായി ഷാജഹാൻ. യെസ്, വെരി ഗുഡ്. 5 എണ്ണം നല്ല പ്ലാനിംഗ് ആണ്. സെക്കൻഡ്. 120 സെക്കൻഡ് ഉണ്ട്. 60 സെക്കൻഡ്. ശ്രദ്ധിച്ച് ചെയ്യ്. യെസ്, വെരി ഗുഡ്. ശ്രദ്ധിച്ച് ചെയ്യൂ ഷാജഹാൻ. സമയങ്ങളിൽ ഓടി വാ. കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. സമയം അതിക്രമിച്ചു. 10, 9, 8, 0. ഷാജഹാനെ, എന്തുപറ്റി? ശരിക്കും എന്താ ഇതിന്റെ പേരെന്നാ നിങ്ങൾ പറഞ്ഞ? പേര് മാറ്റണോ? ആ, തട്ടിക്കോരി എന്ന് പറഞ്ഞ. എന്താ തട്ടിക്കോരി? എന്താ പേരെന്നാ നിങ്ങൾ പറഞ്ഞ? തട്ടിക്കോരി. തടികോരി എന്ന് പറഞ്ഞു. തടികോരി അല്ലേ? ആയിട്ടാണ് ഇപ്പൊ നയിച്ചത്. തടി മൊത്തം പോയി. എന്റെ മോനെ, ഈ വയറോടെ ഈയിടെ വല്ല എക്സസൈസ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ? പുറത്താണ്ട് കുറവാണ്. ആ, അതിൽ മൊത്തം നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ ഏകദേശം മനസ്സിലായി. അതെ. എന്നാലും കളിക്കാൻ കാണിച്ച ആ ഒരു അഭിനിവേശം ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. അത് വേറെ ഒന്നുമല്ല, അത് ഇദ്ദേഹത്തിന്റെ മാത്രമല്ല ഈ നാടിന്റെ എനർജിയും കൂടെയാണ്. തീർച്ചയായിട്ടും ഈ ഗെയിം വീണ്ടും ഒന്ന് കളിച്ച് സമ്മാനം വാങ്ങാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ? പറയേണ്ട താമസം ആളെത്തിയിരിക്കുന്നു. നമ്മുടെ നാടിന്റെ അഭിമാനം ആരെങ്കിലും കാക്കണം. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ ഷാജഹാൻ, ഒരുപാട് സന്തോഷം. വീണ്ടും കാണാം. അപ്പോ പേരെന്താണ്? സൈഫുദ്ദീൻ. എന്ത് ചെയ്യുന്നു? ഗൾഫിലാണ്. ഓ, നമ്മൾ ആദ്യം വന്നപ്പോ പരിചയപ്പെട്ടായിരുന്നല്ലേ? ഓഹോ, ഗൾഫിൽ എവിടെയാണ്? ദുബൈയിലാണല്ലേ? അപ്പൊ നാടിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി വന്നൊന്ന് കേറി അല്ലേ? ഓക്കെ, പാട്ട് പാടുവോ? പാടാം. ഓക്കെ, രണ്ടുപേരും പാട്ട് ആദ്യം പിടിച്ചു. മേലെ പടിഞ്ഞാറ് സൂര്യൻ താനെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടില് തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. മേലെ പടിഞ്ഞാറ് സൂര്യൻ താനെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടില് തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. ഏതോ ഒരു കർക്കിടരാവ് ഉണ്ണാതുറങ്ങുന്ന രാവ്, ഏതോ ഒരു കർക്കിടരാവ് ഉണ്ണാതുറങ്ങുന്ന രാവ്, അന്നല്ലേ പെണ്ണ് ചിരിത വേദനയോടെ പെറ്റവനെ, തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കെ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. വെരി ഗുഡ്. നമുക്ക് എവിടെ ചെന്നാലും കിട്ടുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ വേദിയിൽ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് ഉണ്ടാവാറുണ്ട്. വലിയൊരു കാര്യമാണ്. മനുഷ്യസ്നേഹി, നല്ലൊരു കലാകാരൻ. കലാഭവൻ മണിയുടെ അവസാന കാലഘട്ടത്തിലെ ഗാനങ്ങളിലൊന്നാണ് ഇദ്ദേഹം പാടിയത്. ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ സൈഫുദ്ദീൻ ഈ ഗെയിം കളിക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജയിച്ചിട്ടേ പോകത്തുള്ളൂ. ശ്രമിക്കാം. അപ്പോൾ 12 ഗ്ലാസ് വേണ്ട, നിങ്ങളൊരു 6 ഗ്ലാസ് ചെയ്ത് കാണിച്ചാൽ മതി കേട്ടോ. കൂടുതലൊന്നും വേണ്ട, 6 ഗ്ലാസ് പോരെ. അതായത് കാര്യം, പുള്ളി കണ്ടസ്റ്റൻ്റ് അല്ല, പുള്ളിക്ക് പകരം മത്സരിക്കാൻ, അഭിമാനം രക്ഷിക്കാൻ വേണ്ടി വന്നയാളാണ്. സമ്മാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ആറാക്കണ്ട, മുഴുവൻ ചെയ്തോളൂ.
ധൃതി വെക്കല്ലേ. യെസ്. യെസ്. നാലെണ്ണം. ഓ 120 സെക്കൻഡ് കഴിഞ്ഞു. പക്ഷേ ഇത് ഈ നമ്മുടെ നാടിന്റെ കേസ് പറഞ്ഞുകൊണ്ട് ടൈം കൊടുക്കുക. ലാസ്റ്റത്തെയാണ്. എല്ലാവരും ഒന്ന് കൈയടിക്കുക. ഒറ്റയിടം ചെയ്താൽ മതി. അവസാനം സൈഫുദ്ദീൻ ഒരു തരത്തിൽ നാടിന്റെ മാനം കാത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. കുഴപ്പമില്ല, നന്നായി കളിച്ചു. സൂപ്പർ ബമ്പറിന്റെ നല്ലൊരു സമ്മാനം. 4 കണ്ടസ്റ്റന്റ് വീണ്ടും എത്തിയിട്ടുണ്ട്. അടുത്ത കളി കളിക്കാൻ ആരാണ് റെഡി ആയിട്ടിരിക്കുന്നത് നമുക്കറിയില്ല. ചോദ്യം ശ്രദ്ധിക്കുക, പുറത്തു നിന്നുള്ളവർ പറഞ്ഞു കൊടുക്കരുത്. ചോദ്യം ഇതാണ്: ചട്ടമ്പിനാട് എന്ന സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച ക്യാരക്ടറിന്റെ പേരെന്താണ്? പറയൂ. ദശമൂലം ദാമു. തീർച്ചയായിട്ടും ശരിയാണ്. ഉറപ്പായും ദശമൂലം ദാമു. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം ചെയ്യുന്നു അജ്മലിനെ. എന്തിനാ പഠിക്കുന്നേ? BBA. നീ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? നീ വീണ്ടും വരുമെന്ന് എനിക്കറിയാം കള്ള. എന്തിനാ പഠിക്കുന്നത്? BBA. മുമ്പ് പറഞ്ഞതായിരുന്നു എല്ലാരും പഠിക്കുന്ന പോലെ തന്നെ അല്ലേ? ഓക്കെ. അജ്മല് കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. 1000 രൂപയുടെ കളിയാണ് അജ്മലിനുള്ളത്. സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. എടുക്കാം നമുക്ക്. തീർച്ചയായിട്ടും നോക്കിയോളൂ. അജുവിനുള്ള ആദ്യത്തെ ഗെയിമിന്റെ പേരാണ്, അറിയണ്ടേ? അറിയണോ? അറിയാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യമിന്നാണല്ലോ. മംഗല്യമിന്നാണല്ലോ. മൈലാഞ്ചി കൈകളിൽ മലർമുല്ല മല്ലികൾ ചെണ്ടുകൾ കാണുന്നല്ലോ. ചെണ്ടുകൾ കാണുന്നല്ലോ. മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യമിന്നാണല്ലോ. മംഗല്യമിന്നാണല്ലോ. മൈലാഞ്ചി കൈകളിൽ മലർമുല്ല മല്ലികൾ ചെണ്ടുകൾ കാണുന്നല്ലോ. ചെണ്ടുകൾ കാണുന്നല്ലോ. അമ്പിളി കവിളത്ത് പൂത്ത് മലർ ചെമ്പക പൂമൊട്ടാറൂത്ത്. അമ്പിളി കവിളത്ത് പൂത്ത് മലർ ചെമ്പക പൂമൊട്ടാറൂത്ത്. ഇമ്പപ്പൂമാല പണിതുള്ള ദാമ്പത്യം കൊട്ടാരത്തിൽ വാഴും കനിയല്ലോ. കൊട്ടാരത്തിൽ വാഴും കനിയല്ലോ. മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യമിന്നാണല്ലോ. മംഗല്യമിന്നാണല്ലോ. മൈലാഞ്ചി കൈകളിൽ മലർമുല്ല മല്ലികൾ ചെണ്ടുകൾ കാണുന്നല്ലോ. ചെണ്ടുകൾ കാണുന്നല്ലോ. പുതുമാരൻ കാണും കിനാവ് ഉലകം പൂക്കും മണിയരാവ്. പുതുമാരൻ കാണും കിനാവ് ഉലകം പൂക്കും മണിയരാവ്. മധുര സല്ലാപത്തിൻ മധുവിധു കൊണ്ടാടും മണവാട്ടി പൈങ്കിളി പെണ്ണല്ലോ. മണവാട്ടി പൈങ്കിളി പെണ്ണല്ലോ.
മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യമിന്നാണല്ലോ, ആഹാ മംഗല്യമിന്നാണല്ലോ. മൈലാഞ്ചി കൈകളിൽ മലർമുല്ല മല്ലികൾ ചെണ്ടുകൾ കാണുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മാപ്പിളപ്പാട്ട്? അതാണ്. അപ്പൊ എന്തായാലും അജ്മലിനുള്ള ഗെയിം പറയുകയാണ്. അജ്മലിന് പറ്റിയ ഒരു ഗെയിമാണ്. ഗെയിമിന്റെ പേരാണ് 4 ചങ്ക്സ് എന്ന് വെച്ചാൽ 4 ചങ്ക്സ്. ചങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചങ്ങായിമാർ, 4 കൂട്ടുകാര്. 4 ചങ്ക്സ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിനു വേണ്ടി 4 ചങ്ക്സിനെ വിളിക്കണം. ആദ്യത്തെ പേര് കണ്ടൻ ചാവർ. 2 ചാവറിലുണ്ട്, ഏത് ചാവറാന്നുള്ള ഒരാളുടെ പേര് കണ്ടൻ ചാവർ. ആ കണ്ടൻ ചാവർ, അവൻ കണ്ടൻ ചാടി വരുന്നുണ്ട്. കണ്ടൻ ചാവർ, ഇതാണ് കണ്ടൻ ചാവർ. ഓക്കെ, അടുത്ത പേര്, അടുത്ത ആള് മനാച്ചു. മനാച്ചു, വാടാ മനാച്ചു. മനാച്ചു ഓടിവാ. അടുത്ത ആള് മുക്കായാവർ. എന്താ? മുക്കായാവർ. മുക്കയ്യ, മുക്കയ്യ, മുക്കാല്. ഓക്കെ ഓക്കെ. അടുത്ത് മനാഫ്. മനാഫ്. മനാഫിന് വേറെ പേരൊന്നുമില്ല. മനാഫിന് വേറെ പേരില്ല. ഇല്ല 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 ഇല്ല. മനാഫ്. അപ്പൊ 4 ചങ്ക്സുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്കിനി ഗെയിമിലേക്ക് പോകാം. 4 ചങ്ക്സ് മത്സരമാണ്. ഇതെന്താണെന്ന് പറയാം. ഈ 4 കൂട്ടുകാരെയും 4 വളയത്തിന് അകത്താക്കി നിർത്തിയിട്ടുണ്ട്. ഇവരുടെ ഓരോ ബക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ബക്കറ്റിനകത്ത് ഓരോ ബോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടിയിട്ടുണ്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ കളറാണ് എടുക്കുന്നതെങ്കിൽ അവിടുന്ന് ചങ്ക്സ് വിളിച്ചു പറയും, ഇത് റെഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി റെഡിൻ്റെ ബക്കറ്റിനകത്ത് ഇടുക. ഓരോ കളറിൻ്റെ പേരും ഓരോരുത്തർ വിളിച്ചു പറയും. കൂട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഈ ഗെയിം പോകുന്നത്. അപ്പോൾ ടോട്ടൽ 20 ബോളാണ് കളക്ട് ചെയ്യേണ്ടത്. 120 സെക്കൻഡാണ് നമ്മുടെ ഗെയിമിൻ്റെ സമയം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വളയത്തിൽ നിന്ന് പുറത്തു പോകരുത്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. അജ്മലിനെ ഇഷ്ടമുള്ള ആളുകൾ പുറത്തു നിന്ന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 4 ചങ്ക്സ്. Yes, yes. 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 നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്ക. 3 3 5 5 2 7 8 9 10 11 12 13 14 15 16 17 18 19 ഓരോ ബോൾ എടുക്ക. 20 ജയിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഗെയിമിൽ ജയിച്ചിരിക്കുകയാണ് അജ്മൽ. 1000 രൂപ സമ്മാനം. അജ്മലെ, 1000 രൂപ സമ്മാനം കിട്ടിയിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഈ സന്തോഷത്തിന് രണ്ടുപേരും പാടിയാലോ? തടവാല് ത്വല ത്വായിഫിലും മറ്റു തവാഫിർ തവതുകം ഭവിത്ത് അന്നമറത്താലോ മറ്റും സകല ബിംബമതവമേ കർമല മോതിർത്താലോ അതിലൊരു നിലവേ നിലയില ഫലവേ എന്തല്ലോ. എന്താണ് ഇവരെല്ലാം അവസാനമൊക്കെ മറക്കുക? അല്ല, ഇവര് പറയുന്നത് മറ്റേ ഈ സാധനം വരണന്ന്. ഏത് ചേട്ടാ ഈ പാട്ട് വരണന്ന്. ആ സംഭവം അറിഞ്ഞൂടാ. അടിപൊളി സംഭവമായിരുന്നല്ലേ. നല്ലൊരു കയ്യടി. വെരി ഗുഡ്. അപ്പോ 1000 രൂപ അജ്മലെ അഞ്ചു പിടിച്ചു. നമ്മൾ നേടിയെടുത്തു. പോക 1000 രൂപ. തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ മാനം രക്ഷിക്കാൻ വന്നവരാണ്. ഓരോ ഗെയിമും നടക്കുമ്പോൾ, ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ ഗെയിം നടക്കുമ്പോൾ ഒരാളുണ്ടാവും കളിച്ച് ജയിക്കാനും കളിച്ച് നേടാനും. എന്തായാലും ഇന്ന് ഇവിടുത്തെ രാജാവ് ഇദ്ദേഹം മാത്രമാണ്. 1000 രൂപയ്ക്കല്ല,
സൂപ്പർ ബമ്പർ ആയിരിക്കും ഇന്ന് ഇദ്ദേഹം അടിക്കുന്നത്. ഏതായാലും സി കേരളം സൂപ്പർ ബമ്പറിൽ ഒരു നല്ല പെർഫോമൻസ്. മഞ്ഞാടും മാമലത്താഴത്ത് നീയൊന്നു പാടടി പൂങ്കുയിലേ. മാനെ പൂന്തേനെ മെയ് മിന്നിത്തെന്നും നീനെ കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ. ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ, ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ. മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാലാരും വീഴും ചിങ്കാര പൊന്നിൻ തീടമ്പേ വിടർന്ന കടമ്പേ കിലുങ്ങും ചിലമ്പേ കുറുമ്പിൻ തരിമ്പേ. പൊന്മാനെ പൂന്തേനെ മെയ് മിന്നിത്തെന്നും നീനെ കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ. ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ, ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ. മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാലാരും വീഴും ചിങ്കാര പൊന്നിൻ തീടമ്പേ വിടർന്ന കടമ്പേ കിലുങ്ങും ചിലമ്പേ കുറുമ്പിൻ തരിമ്പേ. ये जवानी है दीवानी हमको तुमसे प्यार है सयस टू लव ये जिंदगी ना मिलेगी दोबारा. ये जवानी है दीवानी हमको तुमसे प्यार है सयस टू लव ये जिंदगी ना मिलेगी दोबारा. जाने तू ये जाने ना दीवाना में दीवाना रब न बना दे जोड़ी में तेरा हीरो. जाने तू ये जाने ना दीवाना में दीवाना रब न बना दे जोड़ी में तेरा हीरो. कर ल प्यार कर ल दिल से जब तक है जान ABCD anybody can dance. ओ सजना आ सजना सुन सजना ये कहना चिंगार പൊന്നിൻ തീടമ്പേ വിടർന്ന കടമ്പേ കിലുങ്ങും ചിലമ്പേ കുറുമ്പിൻ തരിമ്പേ. கண்ணே உன்னை பார்த்து என் கண்ணால் உன்னை பார்த்து நான் சொல்ல வந்த வார்த்தைகள் போட்டு ஸ்டார்ட்டா போச்சு. நீ ரொம்ப சீட்டு நீ பேசுண்டார கீட்டு அதனால டெய்லி நைட்டு நான் ஆசைப்பட்டேன் காட்டு. காதல் வந்தால் மேடு நீ டோன்ட் ஃபீல் பேடு வா பாரு எந்தன் ஹார்ட் அது 100% கோல்டு. எதுக்கு பயம் காதலிச்சால் கலந்து போயிடுமா கொளுத்து போனால் உனது மனம் பறந்து போயிடுமா. இதயம் இங்கே துழகுதடி உனது மனம் பருகுதடி புங்கார பொன்னின் தீடம்பே விடர்ன கடம்பே கிளுங்கும் சிலம்பே குறும்பின் தரிம்பே. പൊന്മാനെ പൂന്തേനെ മെയ് മിന്നിത്തെന്നും നീനെ കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ. ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ, ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ. മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാലാരും വീടും ചിങ്കാര പൊന്നിൻ തീടമ്പേ വിടർന്ന കടമ്പേ കിലുങ്ങും ചിലമ്പേ കുറുമ്പിൻ തരിമ്പേ. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് അല്ലായിരുന്നോ? ഏതായാലും നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ഇനിയും കളി തുടരാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. പിന്നല്ലാതെ അല്ലേ? ഇനി 2000 രൂപയുടെ ഗെയിമാണ് അജ്മൽ കളിക്കാൻ പോകുന്നത്. 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. 2000 രൂപയുടെ ഗെയിം ഏതാണ് എന്ന് നമുക്ക് നോക്കണ്ടേ? നോക്കാം. അജ്മലിനെ കാത്തിരിക്കുന്ന ആ ഗെയിമിന്റെ പേരാണ് കാറ്റ് വന്ന് വിളിച്ചപ്പോൾ. വീട്ടിൽ അടുപ്പിൽ ഊതാറുണ്ടോ? ഇല്ല. ചെയ്യാറില്ല അല്ലേ? ഇല്ല. ഓക്കെ, ഇതാണ്. ഇവിടെ ഒരു കുഴല് ഇവിടെ വെച്ചിട്ടുണ്ട് അജ്മലിനായിട്ട്. ഈ കുഴല് അകത്തേക്ക് വലിക്കുക, ബോളിന്റെ അറ്റത്ത് വെച്ച് വലിക്കുക.
വലിച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോയി ഈ കുപ്പിയുടെ മുകളിൽ വെക്കുക. അതുപോലെ 1, 2, 3, 4, 5, 6, 7, 8 കുപ്പികളുടെ മേലെയാണ് വെക്കേണ്ടത്. സമയം 100 സെക്കൻഡാണ്. 2000 രൂപയുടെ ഗെയിമാണ്, അതായത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. അപ്പോൾ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ചുട്ടിൽ വെച്ച് വലിക്കുക, അകത്തോട്ട് വെച്ച് വലിക്കുക. യെസ്, ഓ പോയി. വെരി ഗുഡ്, നല്ല കയ്യടി. 40 സെക്കൻഡായി. യെസ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. 60 സെക്കൻഡ്. 40 സെക്കൻഡുകൂടെ ബാക്കിയുണ്ട്. 2000 രൂപയുടെ ഗെയിമിലാണ് ജയിച്ചിരിക്കുന്നത്. അതായത് 3000 രൂപയുടെ ഗെയിമിന്റെ എൻട്രി ഗെയിം ആയിരുന്നു അജ്മല് ജയിച്ചു കയറിയത്. അജ്മലാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. 2000 രൂപയുടെ ഗെയിമിൽ അജ്മല് വിജയിച്ചു. ഇനിയിപ്പോ എന്താണ് അജ്മലെ പരിപാടി? 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ തയ്യാറാണോ? പൈസ കിട്ടിയില്ല. പൈസ കിട്ടിയില്ല. ഇല്ല. 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ എൻട്രി ഗെയിമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അനക്ക് മാത്രം മനസ്സിലായില്ല. കുറച്ച് വൈകി വന്ന വസന്തം അല്ലേ? വൈകി വന്ന വസന്തം ഒരു 2 വരി പാട്ടൂടെ പാട്. എല്ലാ തവണയും മറന്നു പോകുന്നുണ്ട്, ഇത്തവണ മറക്കാതെ 2 വരി പാടണം പ്ലീസ്, അഭ്യർത്ഥനയാണ്. കുറുകും പ്രാവേ വെള്ളരി പ്രാവേ ദൂത് പോകാമോ, പറന്ന് പോയൻ പ്രിയ സഖിയോടായി ഇഷ്ടം ചൊല്ലാമോ, കവിളിൽ മാറുകുള്ള സുന്ദരി അവൾ കരള് കവർന്നൊരു പൈങ്കിളി, കവിളിൽ മാറുകുള്ള സുന്ദരി അവൾ കരള് കവർന്നൊരു പൈങ്കിളി. എല്ലാം ഈ പ്രണയഗാനങ്ങളാണല്ലോ നീ പാടുന്നത്. എന്താ ഇത്? പ്രാവിനോട് എവിടെ പോവാൻ? ദൂതോ? ഇക്കാലത്ത് പ്രാവ് ദൂതിന് പോവോ? വാട്സപ്പ് ചെയ്താൽ പോരെ? എന്തായാലും നന്നായിരുന്നു, നന്നായിട്ട് പാടി കേട്ടോ എല്ലാ പാട്ടുകളും. കാരണം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മാപ്പിളപ്പാട്ടുകൾ കുറവാണ്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ മാപ്പിളപ്പാട്ട് കേൾക്കുമ്പോൾ കണ്ടസ്റ്റൻറ്റുകൾ ഒരുപാട് പേര് പാടുന്ന മാപ്പിളപ്പാട്ടുകളാണ്. അത് കേൾക്കുമ്പോൾ ഉള്ള ഒരു സുഖവും അനുഭൂതിയൊക്കെ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി 3000 രൂപയുടെ ഗെയിമിലേക്കാണ് പോകുന്നത്. എടുക്കാം. ഓക്കെ, നോക്കിയോളൂ. അടുത്ത ഗെയിം പറയുന്നതിന് മുമ്പ് ഒരു നല്ല പെർഫോമൻസ്. I am a disco dancer. Hey, I am a disco dancer. Hey, I am a disco dancer. जिंदगी मेरा गाना, मैं इसी का दीवाना. तो झूमो तो नाचो और मेरे साथ नाचो गाओ. I am a disco dancer. Hey, I am a disco dancer. All right.
लोग कहते हैं मैं तो पिघाता था जब भूल पाता नहीं था ये पाँव मेरे तो जब पीती रहते थे जब चलना आता नहीं था नहमों की मस्ती है मेरी जवानी में ये डांस मेरा लहू की जवानी में यहाँ मेरी गीत यही मेरे जीत यही मेरे गीत तो झूमो तो नाचो और मेरे साथ नाचो गाओ I am a disco dancer hey I am a disco dancer I am a disco dancer जिंदगी मेरे गाना आइए मैं ही सी का दीवाना तो झूमो तो नाचो और मेरे साथ नाचो गाओ I am a disco dancer I am a disco dancer all right let's go जवानी एक लहर है जवानी एक नशा जवानी जिसके हाथ है वो भी जाने के क्या अरे इस उम्र में क्यों न मनमानी कर जाए मस्ती की राह में हाथ से गुजर जाए जहाँ मिले प्यार वही मेरे यार हो जाए निजा तो झूमो तो नाचो और मेरे साथ नाचो गो I am a disco dancer I am a disco dancer hey I am a disco dancer जिंदगी मेरे गाना मैं ही सी का दीवाना तो झूमो तो नाचो वो मेरे साथ नाचो गो I am a disco dancer hey I am a disco dancer hey I am a disco dancer hey I am a disco dancer എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് കിട്ടില്ലോ കിടിലോസ്കി ഓ. ഗംഭീരം ആ അതാണ് ഏതായാലും അജ്മലിനുള്ള അടുത്ത ഗെയിമിന്റെ പേരാണ് എടുത്തോ പിടിച്ചോ അജ്മലിന് നമ്മളൊരു ബക്കറ്റ് കെട്ടി പുറകിൽ കൊടുത്തിട്ടുണ്ട് കിളിന്ന് തുള്ളാൻ പോണ പോലെ എന്തായാലും കുഴപ്പമില്ല ഗെയിം ഇതാണ് ബോൾ വെച്ചിട്ടുണ്ട് ബോൾ എറിയുക ബക്കറ്റിൽ പിടിക്കുക അജ്മലിന് ഈ ഗെയിമിനുള്ള സമയം 80 സെക്കൻഡാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണ് ഇതിൽ ജയിച്ചാൽ കിട്ടുന്നത് ഗെയിം റെഡി ആയിട്ടിരിക്കുകയാണ് എടുത്തോ പിടിച്ചോ 5 ബോളാണ് ഇടേണ്ടത് ഗെയിം എടുത്തോ പിടിച്ചോ ഗെയിം സ്റ്റാർട്ട് Yes! ഒന്ന് ആരും രക്ഷിക്കേണ്ട ഒന്നും കൂടെ യെസ് ഓ 40 സെക്കൻഡേ ബാക്കിയുള്ളൂ കൂട്ടുകാർക്ക് ഇട്ട് കൊടുക്കണ്ട 60 സെക്കൻഡ് Ten, 9, 8, 7, 6, 4, 3, 2, 1.
0. അജ്മലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര പാടേനു. പാടായിരുന്നു അല്ലേ? എന്നാലും 3 എണ്ണം പിടിച്ചു അല്ലേ? ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ പാടെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ശ്രദ്ധയുടെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. ചന്നം പിന്നെ എറിഞ്ഞു പോയി ഉണ്ടോ? അങ്ങനെ പിടിക്കാനൊരു ബുദ്ധിമുട്ടല്ലേ? ഉന്നം അല്ലേ? പിന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ല, ബാലൻസിന്റെ പ്രശ്നം വന്നു. സാരമില്ല, എന്തായാലും കുഴപ്പമില്ല. നന്നായിട്ട് അജ്മൽ കളിച്ചു. മിടുക്കനാണ് അജ്മൽ, നന്നായിട്ട് പാടും. എന്തായാലും നല്ലൊരു ആൾക്കൂട്ടത്തെയാണ് ഇവിടെ കണ്ടത്. നല്ല സ്നേഹമുള്ള സൗഹൃദങ്ങളെ ഒരുപാട് നെഞ്ചിലേറ്റുന്ന നല്ലൊരു സൗഹൃദ കൂട്ടായ്മ തന്നെയാണ് ഇവിടെ കണ്ടത്. ഒരുപാട് നന്ദി അജ്മൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ സാൻഡ് ബാഗ്സ് വടകരയിലാണ് വന്നത്. ഒരുപാട് നല്ല പ്രകൃതി രമണീയമായ തീരമായിരുന്നു ഇത്. നല്ല രസമുള്ള സ്ഥലമാണ്. ഒരുപാട് സൗഹൃദങ്ങളെ സ്നേഹിക്കുന്ന നല്ല ആളുകളുള്ള സ്ഥലമാണ്. സമയം എത്രയായിട്ടും ഈ കൂടിച്ചേരലുകൾ നമ്മുടെ നാടിൻ്റെ നന്മയെ വിളിച്ചു എന്ന് തന്നെയാണ്. അതെ, സൗഹൃദം പൂക്കട്ടെ, തളിർക്കട്ടെ. സി കേരളം സൂപ്പർ ബമ്പറുമായി ഞാനുണ്ടാവും. അതുവരേക്കും ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.